സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, വിശുദ്ധനായിട്ടുള്ള ഒരു പുരോഹിതനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സ്നേഹത്തിൽ പ്രവർത്തനനിരതമായിട്ടുള്ള വിശ്വാസം അതിൻ്റെ തനിമയിൽ ജീവിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായിരുന്ന മോൺസിഞ്ഞോർ തനിക്ക് ലഭിച്ച ഉന്നത സ്ഥാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തിൽ കാരുണ്യത്തിൻ്റെ വഴികൾ കാണിച്ചു തന്ന ഒരു പുണ്യപുരോഹിതനാണ് മോൺസിഞ്ഞോർ. ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി മാത്രം തൻ്റെ വിശ്വാസം ജീവിച്ച ഈ പുണ്യപുരോഹിതനായിട്ടുള്ള മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ തിരുവചനം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ കേരള കത്തോലിക്ക സഭയിൽ ജ്വലിച്ചു നിന്ന വെള്ളി നക്ഷത്രം. വിശുദ്ധിയും വിജ്ഞാനവും ഒത്തിണങ്ങിയ ക്രിസ്തുവിന്റെ പുരോഹിതൻ. സ്നേഹം ശുശ്രൂഷിക്കുന്നു, ലവ് സെർവ്സ്. ഈ ആപ്തവാക്യം ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഉത്തമ ക്രിസ്തു ശിഷ്യൻ. ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ. ജനനം 1888 സെപ്റ്റംബർ 10. ആദ്യത്തെ MA കാരൻ 1913. പൗരോഹിത്യ സ്വീകരണം 1918 ഡിസംബർ 21. MSJ സഭാസ്ഥാപനം 1944 ഒക്ടോബർ 31. നിത്യസമ്മാനം 1949 നവംബർ 4. ദൈവദാസൻ 2010 ജൂലൈ 18. കേരളത്തിൽ വികസനത്തിന്റെ വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം. കാലത്തിനു മുമ്പേ നടന്ന് അതിൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും മാറ്റിയെടുത്ത ഒരു ധന്യജീവിതത്തിന് മുൻപിലാണ് നാം ഇപ്പോൾ. 2 ലോകമഹായുദ്ധങ്ങൾ തീർത്ത അനർത്ഥങ്ങൾ, ദാരിദ്ര്യം, ഉച്ചനീചത്വങ്ങൾ, അനാചാരങ്ങളും തീണ്ടലും തൊടിയിലും എല്ലാം മനുഷ്യ മനസ്സുകളിൽ വിള്ളലുകൾ തീർത്ത കാലം. യുവത്വത്തിന്റെ വഴികളിൽ തന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തനി പകർപ്പ് എന്ന് തോന്നും വിധം വിനയവും കരുണയും ദൈവഹിത നിർവഹണത്തിനുള്ള തീക്ഷ്ണതയും ഔദച്ചൻ എന്ന ജോസഫ് പഞ്ഞിക്കാരന് സ്വന്തമായിരുന്നു. തന്റെ ഡയറിയിൽ അവൻ ഇങ്ങനെ കുറിച്ചുവെച്ചു: എല്ലാ ദിവസവും 15 മിനിറ്റെങ്കിലും ധ്യാനിക്കും. ഒരിക്കലും മടിയനായിരിക്കുകയും പാപത്തിനുള്ള എല്ലാ അവസരങ്ങളും ഉപേക്ഷിക്കും. പ്രലോഭനങ്ങൾക്ക് വിഷയമാകുന്ന എന്തെങ്കിലും സാധനം നോക്കുകയോ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയോ ഞാൻ ചെയ്യുകയില്ല. എൻ്റെ ഇച്ഛാച്ചനെയും അമ്മച്ചിയെയും ബഹുമാനിക്കുകയും അവരോട് വളരെ അനുസരണ ഉണ്ടായിരിക്കുകയും ചെയ്യും. അടുക്കൽ കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യും. ഉറക്കം വരാത്തപ്പോൾ കട്ടിലിൽ കിടക്കുകയില്ല. രാത്രിയിൽ ഉണരുകയും ഉറക്കം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ലൈറ്റിട്ട് വല്ലതും വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യും. ഭൗതിക വളർച്ചയ്ക്കൊപ്പം മകന്റെ ആത്മീയ വളർച്ചയിലും അതീവ ശ്രദ്ധാലുവായിരുന്ന പിതാവ് പഞ്ഞിക്കാരൻ ചാക്കോയുടെ വാക്കുകൾ ജോസഫിന്റെ ഹൃദയത്തിൽ നിരന്തരം അലയടിച്ചിരുന്നു. മകനെ, തിരഹൃദയത്തെ എപ്പോഴും നിന്റെ ഉള്ളിൽ സൂക്ഷിക്കണം. എങ്ങനെയെന്നാൽ വിശ്വാസം കൊണ്ട് ഒരു ത്രോണോസും ക്ഷമ കൊണ്ട് ഒരു സക്രാരിയും എളിമ കൊണ്ട് ഒരു കുസ്തോതിയും ഉണ്ടാക്കി. അതിൽ
ദൈവസ്നേഹമാവുന്ന ഈശോയെ സൂക്ഷിച്ച് കീഴ്വഴക്കവും പരസ്നേഹവും കൊണ്ട് 2 വിളക്കുകളും കത്തിച്ചുകൊള്ളുക. പഠനത്തിലും പുണ്യത്തിലും ഒരുപോലെ വളർന്ന ജോസഫ് പഞ്ഞിക്കാരന്റെ മലബാറിലെ സുറിയാനി സഭ ദ സിറിയൻ ചർച്ച് ഇൻ മലബാർ എന്ന ഗവേഷണ പ്രബന്ധം ആഗോള സഭയ്ക്ക് തന്നെ വിലപ്പെട്ട ചരിത്രരേഖയാണ്. ക്രൂശിതനുമായുള്ള നിരന്തര സമ്പർക്കം, ദിവ്യകാരുണ്യത്തിനു മുൻപിലുള്ള ആരാധനാ നിമിഷങ്ങൾ, അടിയുറച്ച തിരുഹൃദയ ഭക്തി, ദൈവമാതാവിനോടും വിശുദ്ധ യൗസേപിതാവിനോടുമുള്ള വണക്കം, സഭ അധികാരികളോടുള്ള ആദരവും ബഹുമാനവുമെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രാഭവത്തിന് മാറ്റുകൂട്ടി. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം ക്രിസ്തുവിന്റെ പുരോഹിതനാവുക എന്ന ഉറച്ച ബോധ്യത്തിലുടക്കിയപ്പോൾ ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിൽ ചേർന്ന് അദ്ദേഹം വൈദിക പഠനം ആരംഭിച്ചു. തുല്യമായ വിരലിന ഹൃദയതാരിലൊപ്പുവച്ച വൈദികൻ MSJ സഭയ്ക്കു ഭാഗ്യ പൗർണമി എന്നുമേ സുമംഗളാർന്ന പൂവനി പുണ്യപൂവനി. ആദ്യമായിട്ട് സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് MA ഡിഗ്രി പാസ്സായതിനു ശേഷം ചെറുപ്പം മുതലുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സെമിനാരിയിൽ ചേർന്ന് വൈദികനാണ്. മിഷണറി ആകണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തെ പഴയപറമ്പിൽ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഇടവക വൈദികനായി മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തോടെ ദൈവവിളി സ്വീകരിച്ച് ഇടവക വൈദികനായി തീർന്ന ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. പ്രേക്ഷിത തീഷ്ണതയും വിശുദ്ധിയും വിജ്ഞാനവും നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു പഞ്ഞിക്കാരൻ. അദ്ദേഹത്തിന്റെ താല്പര്യം അറിഞ്ഞ് അഭിവന്യ മാർ കണ്ടത്തിൽ പിതാവ് അദ്ദേഹത്തെ എറണാകുളം രൂപതയുടെ വിശ്വാസ പ്രചരണ സംഘത്തിന്റെ ഡയറക്ടറായിട്ട് 1922 അദ്ദേഹത്തെ നിയമിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം അതിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതത് കാലത്തിന്റെ സാഹചര്യത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മിഷണറി മെത്തേഡ്, മാർഗങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. റോമിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവിടെ കണ്ട ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മിഷൻ പ്രവർത്തനത്തിൽ ആളുകളെ സ്വാധീനിക്കാനും ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിക്കാനും സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാലത്തെ ഏറ്റവും വലുതായിട്ടുള്ള നൂതനമായിട്ടുള്ള മെത്തേഡ്സ്, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രാകൃതമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ 1920-കളിൽ അന്ന് ലോകത്തില് പുതുതായിട്ട് ഉപയോഗിച്ചിരുന്ന ഗ്രാമഫോൺ, ക്യാമറ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും കൊണ്ടുവന്ന് ആളുകളെ ആകർഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നിട്ട് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ മിഷണറി മെത്തേഡ്, അതിന്റെ മിഷൻ പ്രവർത്തനത്തിനുള്ള മാർഗങ്ങൾ, നൂതനമായിട്ടുള്ള മാർഗങ്ങൾ, കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കാനുള്ള വലിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ഡെലിഗേറ്റ് അപ്പസ്തോലിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ റോമിലേക്ക് എഴുതി അറിയിച്ചത്. ഇന്ന് കേരളത്തിൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. BA MA എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. 1900-ന്റെ ആരംഭത്തിൽ ഒരു MA ഡിഗ്രി എടുക്കാൻ അല്ലെങ്കിൽ ഒരു BA ഡിഗ്രി എടുക്കാൻ കേരളത്തിൽ ഒരു സ്ഥാപനവുമില്ല. അന്ന് അദ്ദേഹം തൃശ്ശിനാപ്പള്ളിയിൽ പോയി MA ഡിഗ്രി എടുത്തു. അപ്പോൾ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്താനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സാധ്യതകൾ മാറ്റിവെച്ചിട്ടാണ് ദൈവസ്നേഹത്തെ പ്രതി മിഷണറി ആകാനായിട്ടുള്ള ക്രിസ്തുവിന്റെ സന്ദേശം, സത്യവിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം വൈദികനാകാനായിട്ട് തീരുമാനിക്കുക. അതിനുശേഷം ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ടാവും ഒരാള് റോമിൽ പോയി ചെന്ന് പഠിച്ച് കാനലോയിലും ഫിലോസഫിയിലും തിയോളജിയിലും ഡോക്ടറേറ്റ് സമ്പാദിച്ച് തിരിച്ചെത്തുക. തീക്ഷ്ണമതിയായിരുന്നു, കഠിനമായിട്ട് അധ്വാനിച്ചിരുന്ന ആളാണ്, ലക്ഷ്യബോധം ഉണ്ടായിരുന്ന ആളാണ്. വേദപ്രചാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് റോമില് 1925 ആഗോള മിഷൻ എക്സിബിഷൻ നടത്താൻ 11-ാം പീയൂസ് മാർപ്പാപ്പ തീരുമാനിക്കുക. അതിന് കേരള സഭയിൽ നിന്ന് അദ്ദേഹത്തെ പ്രതിനിധിയായിട്ട് പ്രദർശന വസ്തുക്കളുമായിട്ട് റോമിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം പ്രദർശനത്തിൽ ഉള്ള നമ്മുടെ
സീറോ മലബാർ സഭയുടെ പ്രദർശന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു ശാലയുടെ ശ്രദ്ധാകേന്ദ്രമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ തീക്ഷ്ണത കണ്ടപ്പോൾ അദ്ദേഹത്തെ ഈ പ്രവർത്തനങ്ങള്, ഈ മിഷൻ എക്സിബിഷൻ മുഴുവനും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് മുഴുവനും അവിടെ വരുന്ന സന്ദർശകർക്ക് പറഞ്ഞു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനുമുള്ള ഒരു വക്താവായിട്ട് വത്തിക്കാനിൽ നിന്ന് നിയമിച്ചു. മിഷൻ എക്സിബിഷന്റെ അവസാനത്തില് മാർപ്പാപ്പ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒരു ബേനെ വെരന്തി എന്നുള്ള മെഡലും അതിനുള്ള സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് കൊടുത്തു, അങ്ങനമായിട്ട്. പക്ഷെ അതിനുശേഷവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ രൂപതയിൽ തിരിച്ചു വന്നതിന് ശേഷം വലിയ സ്ഥാനങ്ങളിൽ ഉദ്യോഗം വഹിക്കുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വീണ്ടും വിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെയും അദ്ദേഹം തന്റെ മിഷൻ പ്രവർത്തനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെയും ഇവിടെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യദീപം തുടങ്ങുക. സത്യദീപം എന്നുള്ള സത്യത്തിന്റെ ദീപമാകുക, നിത്യസത്യത്തിന്റെ പ്രകാശം ലോകത്തിന് മുഴുവനും പങ്കുവയ്ക്കാൻ ആയിട്ട് വിശ്വാസത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹം സത്യദീപം ആരംഭിക്കുക. അദ്ദേഹം തന്റെ മിഷൻ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്ന 2 ബോട്ടുകൾ വിറ്റ്, സത്യം ദീപം എന്നുള്ള ബോട്ടുകളുടെ പണം കൊണ്ടാണ് സത്യദീപം എന്ന് പറയുന്ന വാരിക ആരംഭിക്കുന്നത്. വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൃദയം സ്പർശിക്കപ്പെട്ടാൽ മനസ്സിന് അന്തരം വരും, ആത്മാവ് സുഖപ്പെടും. എളിയ ശുശ്രൂഷയിലൂടെ വലിയവനായ ക്രിസ്തുവിനെ അവർ അറിയണം, അറിഞ്ഞു സ്നേഹിക്കണം. ഉപവിയുടെ അപ്പസ്തോലനായ പഞ്ഞിക്കാരനച്ഛന്റെ ശ്രദ്ധ രോഗി ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞു. അച്ഛൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചുവെച്ചു: ക്രൂശിത രൂപത്തിൽ നിന്ന് അധ്യാപകനാകാനുള്ള അറിവും പ്രേക്ഷിതനാകാനുള്ള തീക്ഷ്ണതയും രക്തസാക്ഷിയാകാനുള്ള ധൈര്യവും ലഭിക്കുന്നു. ബൈ അവർ വർക്ക്സ് they shall know our master. Do each action as perfectly as possible, as if it were the only one to do, and as if it were the last. കർമ്മയോഗി ജോസഫ് പഞ്ഞിക്കാരനാ, ധർമ്മഗിരി സഭ തെളിച്ച സ്ഥാപകൻ, കാലമിങ്ങ് കൊണ്ടുവന്ന ദീപമാ, കാത്തുവച്ച സത്യതാരശ്മിയാ, കാത്തുവച്ച സത്യതാ